أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها
ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ബഹുമാന്യനായ പണ്ഡിതനും ഗ്രന്ഥകാരനുമൊക്കെയായിട്ടുള്ള KC മുഹമ്മദ് മൗലവി, പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആരൊക്കെ ഇത് കേൾക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചുവോ ഉച്ചഭാഷിണിയുടെ പരിധിയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന വ്യത്യസ്ത ചിന്തകളിലും ആദർശങ്ങളിലും ആശയങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, ഒരു മഹാസമ്മേളനത്തിൻ്റെ, അതും കേരളത്തിലെ പഠനം ചിന്ത സമർപ്പണം എന്ന മഹത്തായ മുദ്രാവാക്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം. ആ സമ്മേളനത്തിലൂടെ ലോകമറിയണം, ആ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിലൂടെ ലോകമറിയണം, സമാധാനം ലഭിക്കുന്ന, കരഗതമാക്കാൻ സാധിക്കുന്ന ഒരറിവുണ്ട് ലോകത്ത് എന്ന തിരിച്ചറിവ്. ഏത് അറിവ് നേടിയാലാണ് മനുഷ്യന് സമാധാനമുണ്ടാവുക എന്നുള്ള ഗൗരവകരമായ ചർച്ചയ്ക്ക് ഈ എരമംഗലത്ത് ഇന്ന് അവസരമൊരുങ്ങുകയാണ്. ലോകം നന്നാവണം, മനുഷ്യ സമുദായം നന്നാവണം. അതിന് എന്ത് ചെയ്താലാണ് മനുഷ്യർ നന്നാവുക? നല്ല ഒരു മകനുണ്ടാവണം, നല്ല മാതാപിതാക്കൾ ഉണ്ടാവണം, പരസ്പര സ്നേഹമുള്ള ഒരു അയൽവാസി ഉണ്ടാവണം. ഏത് മതത്തിൽ വിശ്വസിക്കുമ്പോഴും പരസ്പരം ആദരിക്കുവാനും സ്നേഹിക്കുവാനും സഹൃദയരെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ജീവിതത്തെ പച്ചയായി നേരിടുന്നവരാണല്ലോ. നിങ്ങൾക്കൊക്കെ മനസ്സിലാകണം, എനിക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയണം. നിങ്ങൾ ഈ സദസ്സിൽ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിനൊരു ദിശ കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നണം. ജീവിതത്തിൻ്റെ പോരായ്മകൾ തിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ജീവിതത്തിൽ മനുഷ്യർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ ചെന്നായി അവസാനം? ഹൈവേയിൽ നിന്ന് എരമംഗലത്തേക്കുള്ള റൂട്ടിൽ കയറിയപ്പോൾ ടൂ വീലറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന കുറേ ചെറുപ്പക്കാരെ, ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ഒരു പുതിയ തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല അജലത്തു മിന ശൈത്വാൻ, ധൃതി പൈശാചികമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകഗുരു വിശ്വാചാര്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇപ്പം നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരുപാട് മതങ്ങൾ. ഈ മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പേര് ഇസ്ലാം. ഇസ്ലാം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ആ സമാധാനം ഉണ്ടാവും. ദാമ്പത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിച്ചു നോക്ക്. അപാരമായിരിക്കും ദാമ്പത്യം, സത്യം. എന്നും മധുവിധുവായിരിക്കും നമുക്ക്, എന്നും ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും നമുക്ക്, പുതുമകളുള്ള ദാമ്പത്യം, സത്യം. ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അവളെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആധുനിക സമൂഹത്തിൽ പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. സാമ്പത്തിക രംഗത്ത് ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ ലോകത്തിന് നൽകിയ ഒരു അറിവുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൈകളിലൊക്കെയുള്ള ഈ ഒരു മൊബൈൽ, ഹൃദയത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ വശം. ഇസ്ലാം കുറേ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് ഞെളിഞ്ഞു നടന്ന ഒരു മതമല്ല ഇസ്ലാം. പ്രാക്ടിക്കലായി മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെ ഇടപെടുന്നു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട. അതിനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറയും. ഈ മൊബൈല് ഇത് നമുക്ക് അഴിച്ചു മാറ്റാൻ, ഇതിന് വ്യത്യസ്ത പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇതിനെ റീഫിറ്റിംഗ് നടത്താൻ,
ഇതിന്റെ കാറ്റലോഗ് അനുസരിച്ച് ഇത് നിർമ്മിച്ചിട്ടുള്ള കമ്പനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും അത് പറയും ഇത് എങ്ങനെ യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്താൽ ഇത് എത്ര കാലവും നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ലോങ് ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിനുള്ളൊരു ലൈഫ് ഉണ്ടാവുമല്ലോ, അത്രയും കാലം നമുക്കിതിനെ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനെ റഫായി യൂസ് ചെയ്യുകയും ഇതിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യുകയും ചെയ്താൽ ഇത് അവർ പറയുന്ന കാലാവധി വരെ ഇത് നിലനിന്നോളുന്നില്ല. ഏതൊരു വസ്തുവും അങ്ങനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോ മനുഷ്യരോട് പറയാണ്, ഇതാ നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന നിയമം അവതരിപ്പിക്കുകയാണ്. ആ നിയമം അവലംബിച്ചാലോ, ഞാനിവിടെ സാധാരണ നമ്മൾ പരിപാടി എല്ലാ സംഘടനകൾക്കും സംഭവിക്കുന്ന ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളോടല്ല, ഇത് അല്ലാത്തവരോടാണ്. എന്നാ അങ്ങനെ ഒരു സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് മനുഷ്യരോടാണ്. മനുഷ്യരിലെ മുഴുവൻ ദുഷിച്ച ചെയ്തികൾക്കെതിരെയുമുള്ള ഒരു സംസാരമാണിത്. ധാർമ്മികതയുടെ പുതിയ ഒരു ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടുള്ള ഹൃദയഹാരിയായി തീരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൊതുക്കിയ ഒരു സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നമ്മളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്ക്, അതായത് ഓരോ വ്യക്തിക്കും അവൻ സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്, എനിക്ക് എന്നെ മടുത്തിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് വലിയൊരു ദുരന്തമല്ലേ? യുവാക്കൾക്ക് യുവാക്കളെ മടുത്തിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് വലിയൊരു ദുരന്തമല്ലേ പ്രിയപ്പെട്ടവരെ? എനിക്ക് എന്നെ ഇഷ്ടമില്ലായിക, എന്നിലെ എന്നെ എനിക്ക് ഇഷ്ടമില്ലായിക ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നതാണ്. ഒറ്റക്കിരിക്കുമ്പോൾ യുവാക്കളൊക്കെ ചിന്തിക്കും, എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം, ഞാൻ എന്താ ഇങ്ങനെ. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അത് സ്വന്തത്തെ മനുഷ്യനെ നഷ്ടപ്പെടുക എന്നത് ലോകത്തിലെ വല്ലാത്തൊരവസ്ഥകളിൽ ഒന്നാണ്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്, കാതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നെന്താന്ന് ചോദിച്ചാൽ, യുവാക്കൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റെല്ലാ പ്രസ്ഥാനവും യുവാക്കളുടെ മസില്, യുവാക്കളുടെ പവർ, യുവാക്കളുടെ കഴിവ് അവരുടെ പാർട്ടിയുടെ വികാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വിശിഷ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണ്. മതസംഘടനകളും ഇന്ന് ഏറെക്കുറെ അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടൊക്കെ അതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. യുവാക്കളുടെ യൗവനം അവർക്ക് നഷ്ടപ്പെട്ടാലും ആ യൗവനത്തിന്റെ മസിൽ പവർ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്ത. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ പ്രബന്ധം അവതരിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് യുവാക്കളെ ഒന്നാമതായി അവർക്ക് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. സ്വന്തത്തെക്കുറിച്ച് അമിതമായ മതിപ്പല്ല കേട്ടോ, അനുവദിക്കപ്പെട്ട പോസിറ്റീവായ ഒരു മതിപ്പുണ്ടാവുമല്ലോ. എൻ്റെ ജീവിതം, ഞാനൊരു പക്വതയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ട ആളാണ്. എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും ഹൃദ്യമാണ് ഞാൻ എന്നിടത്തേക്കൊരു മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരലാണ് തത്വശാസ്ത്രങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ കാർൽ മാർക്സ് ലണ്ടനിലിരുന്ന് ദാസ് ക്യാപിറ്റൽ പൂർത്തിയാക്കിയതിന്റെ 1ാം വോള്യം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ലോക തൊഴിലാളികളെ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വേദഗ്രന്ഥം ഞാൻ അവതരിപ്പിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ വേദഗ്രന്ഥം ഞാൻ നിങ്ങളുടെ കൈകളിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വേദഗ്രന്ഥത്തോട് തുല്യതപ്പെടുത്തിക്കൊണ്ടാണ് ദാസ് ക്യാപിറ്റലിനെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തൊഴിലാളി വർഗത്തിന്റെ വിമോചനവും അവരുടെ സമാധാനവും അവരുടെ സ്വസ്ഥതയും സ്വപ്നം കണ്ടവരായിരുന്നു. ഉട്ടോപ്പിയ, നിങ്ങൾക്കറിയാലോ, ഉട്ടോപ്പസ് രാജാവ് ഭരിച്ച ഉട്ടോപ്പിയ എന്ന ദ്വീപിനെ കുറിച്ചുള്ള 1516കളിലെ ഉട്ടോപ്പിയ ലേഖനം, ഒരു നല്ല ലോകം. ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലം, എന്താ കുട്ടിയത്, ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് മനുഷ്യർ സമത്വസുന്ദരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നൊരു, സമാധാനപൂർണമായി ജീവിക്കുന്ന ഒരു മേഖല. അങ്ങനെ ജീവിക്കുന്ന സങ്കല്പം അത് വായിച്ചവരും പഠിച്ചവരും വന്നത് ഉൾക്കൊണ്ടവരും അങ്ങനെ ഒരു ഉട്ടോപ്പസ് രാജാവ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയ സന്ദർഭം. തോമസ് ക്യാമ്പനല്ലായുടെ ദ സിറ്റി ഓഫ് ദി സൺ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചപ്പോഴും ഇന്ത്യയിൽ അങ്ങനെ ഒരു ദ്വീപ്, ആ ദ്വീപിൽ മനുഷ്യരൊക്കെ സമാധാനപൂർണമായി ജീവിക്കുക, ഇത് മനുഷ്യരൊക്കെ കൊതിക്കുന്നതാണ്. നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല ബാപ്പ, ബാപ്പാന്റെ കൂടെയുള്ള ഇരുത്തം സന്തോഷകരമാവുക, ബാപ്പാന്റെ സാന്നിധ്യം നിറഞ്ഞ സാന്നിധ്യമായി തീരുക, ബാപ്പാന്റെ ഓരോ ചലനങ്ങളും മക്കൾക്ക് സന്തോഷം പകരുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ജീവിതത്തെക്കുറിച്ച് ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ബാപ്പ എന്താ ഇങ്ങനെ, എൻ്റെ ഉമ്മ എന്താ ഇങ്ങനെ, എൻ്റെ ഏട്ടൻ എന്താ എന്നോട് ഇങ്ങനെ, എൻ്റെ അനുജൻ എന്താ എന്നെ അനുസരിക്കാത്തത്, ഇങ്ങനെയൊക്കെ വേദനിക്കുന്ന ഒരു മനസ്സ് ഈ എരമംഗലത്തുകാർക്കും ഉണ്ടാവും. സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവും.
അല്ലേ? ജീവിതത്തിന്റെ അളവുകൾ തോത് കുറഞ്ഞു വരുമെന്നത് ഒഴിച്ചു നിർത്തിയാൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇല്ലാത്തത്? അവിടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്, ഇതാ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണോ, ശരിക്കും നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകണോ, അങ്ങനത്തെ ഒരു വിജ്ഞാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അല്ലേ? ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു, കൽപ്പറ്റയായിരുന്നു പ്രഭാഷണം ഇന്നലെ രാത്രി. കൽപ്പറ്റ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു മേഖലയാണ് വയനാട്. പല സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ വന്നിരിക്കുന്നുണ്ട്, യുവാക്കൾ. അവരുടെ വേഷം എന്തൊരു മോശമാണ്, സുബ്ഹാനല്ലാഹ്. അവരുടെ ആകാരം, അവരുടെ പ്രകൃതം പോലും മാറിപ്പോയിരിക്കുന്നു. അവരുടെ മുഖത്തവർ കാണിച്ചിരിക്കുന്ന വിക്രിയകൾ പോലും മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപങ്ങൾ. ആ കുട്ടികൾ ധരിച്ചിരിക്കുന്ന പാൻസ് ചന്തിയുടെ താഴെ, അതായത് തൊട അവസാനിച്ച് ചന്തിയിലേക്ക് കയറുന്നിടത്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചെങ്ങൈമരെ വെറുതെ വേറൊരുത്തൻ ആ പാൻസിന്റെ തായ് ഭാഗം വെറുതെ ചവിട്ടിപ്പോയ അപ്പൂരിപ്പോവും ഓന്റെ കംപ്ലീറ്റ് ഡ്രസ്സ്. എന്താണ് മനുഷ്യരെവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. മനുഷ്യരെവിടെ എത്തുന്നു എന്നതിനെ സംബന്ധിച്ച് അനുകരണമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം. സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ഒരു സമൂഹം അവിടെ ജീവിക്കുന്നുണ്ട്. ആർക്കും സ്വന്തമായി ഒരു വ്യക്തിത്വമില്ല. എന്താണ് മറ്റുള്ളവരെ അനുകരിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവവും സംസ്കാരവും ഉണ്ടാവില്ലേ? അതില്ല. പരസ്യങ്ങളിൽ എന്താ പറയുന്നത്, അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ജീവിതം. ഈ ജീവിതത്തിന്റെ നടുവിൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ജൂനിയറായ ഒരു വിദ്യാർത്ഥി കടന്നു വരുമ്പോ സീനിയറായ ഒരു വിദ്യാർത്ഥിക്ക് ഇതെന്റെ അനുജനാകുന്നു, ഇവനോട് മാന്യമായി പെരുമാറേണ്ടതാകുന്നു എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ജീവിതത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സമ്പത്തിന്റെ അഭിവൃദ്ധിയിലല്ല ഐശ്വര്യം, വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, മനസ്സിന്റെ സമാധാനം, അതാകുന്ന യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ സർവത്ര റാഗിങ്ങിന് വിധേയമാക്കും, ഇതെന്റെ അനുജനാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുക. എനിക്ക് ഏറ്റവും ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ, നുറുങ്ങുകളായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. പ്രോഫ്കോണിന്റെ, അതായത് MSM സംഘടിപ്പിക്കുന്ന പ്രോഫ്കോണിന്റെ പറഞ്ഞു വന്നത്, പ്രോഫ്കോൺ നടക്കുന്ന കോട്ടയത്ത് പ്രോഫ്കോൺ നടക്കുകയാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ കുറെ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു 4 പേര് അവർ വിദേശ മദ്യവുമായിട്ടാണ് കോട്ടയത്ത് പ്രോഫ്കോണിന് വരുന്നത്, മാമൻ മാപ്പിള ഹാളിൽ. ജീവിതത്തിൽ ഒരു മതപരമായ സദസ്സിലൊന്നും പങ്കെടുത്ത പരിചയം അവർക്കുണ്ടായിട്ടില്ല. അവരവിടെയും ഹരമാക്കാം, എല്ലാവരും വിളിച്ചു, എല്ലാവരും കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ വിദേശ മദ്യവുമായിട്ടാണ് അവർ കടന്നു വന്നത്. പക്ഷേ മാമൻ മാപ്പിള ഹാളിലെ പ്രോഫ്കോൺ ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും 4 കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് അവർക്ക് ഈ ബോധം ഉണ്ടായിട്ടില്ല. അവിടെ നൽകുന്നത് അറിവല്ലേ? ആണ്. പക്ഷെ മനുഷ്യനാക്കുന്ന അറിവല്ല. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനുഷ്യനാക്കുന്ന നോളജ് 1% പോലും ഇല്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മതസമൂഹങ്ങൾക്കും മതസംഘടനകൾക്കും ഒന്നും ഈ ബോധം ഉണ്ടായിട്ടില്ല. മതവിഭാഗത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് എവിടെ? ഭൗതിക സ്ഥാപനങ്ങളിലാണ്. മതനേതാക്കന്മാരുടെ മക്കൾ വരെ പഠിക്കുന്നത് എവിടെ? മതനേതാക്കന്മാർ വരെ പഠിക്കുന്നത് എവിടെയാണ്? അവരുടെ മക്കൾ വരെ പഠിക്കുന്നത് ഭൗതിക സ്ഥാപനത്തിലാണ്. ഭൗതിക സ്ഥാപനങ്ങളിലൂടെ മനുഷ്യനെ കൃത്യമായ ഒരു റൂട്ടിലേക്ക് മനുഷ്യൻ എത്തുന്നുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്, ആലോചിക്കപ്പെടേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഡോക്ടറായാൽ, എഞ്ചിനീയർ ആയാൽ, ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ മനുഷ്യൻ എവിടെ എത്തും? മനുഷ്യൻ എവിടെ എത്തണം? മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും മഹാത്മാഗാന്ധിയും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനാക്കുന്നതേതോ അതാണ് വിജ്ഞാനം. അതായത് ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ പഠിച്ചു പോരുമ്പോൾ, അവൻ വ്യത്യസ്ത ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ
ക്ലാസ്സുകളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യത്വത്തിൽ നിന്ന് കൂടുതൽ മനുഷ്യത്വത്തിലേക്കുള്ളൊരു പ്രയാണം അവനുണ്ടാകണം. ഇതാണ് നമ്മളൊക്കെ ആലോചിക്കുന്ന വളരെ പ്രധാനമായ കാര്യങ്ങളിലും. എന്തോ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആധുനിക വിദ്യാഭ്യാസം എത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് അറിവും മനുഷ്യനാണ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യന് സമാധാനം എവിടെ നിന്നുണ്ടാകും? ഈ ഒരു പഠനമാണ് ഞാൻ ചുരുക്കി പറയുന്നത്. ദീർഘിച്ച് സംസാരിക്കാൻ ഈ നിലക്ക് കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി സംസാരിക്കുകയാണ്. നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കും. ലോകത്ത് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ഒരാശയം, ഈ ആശയം ഭൗതികവാദികൾ സ്വീകരിച്ചിട്ടില്ല, നിരീശ്വരവാദികൾ സ്വീകരിച്ചിട്ടില്ല, മതാനുയായികൾ പോലും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇല്ല, ഈ ഒരു ബോധം നമുക്ക് ശരിക്കുണ്ടാവണം. ഈ ഒരു ബോധം, അതായത് ദൈവം അവതരിപ്പിച്ചിട്ടുള്ള കൃത്യമായ മതം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഇപ്പൊ നിങ്ങൾ സാധാരണയായി ഇന്ന് കേൾക്കുന്ന ഒരു വാദമാണ്, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത്, മതം വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നൊരു ചിന്ത. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? മതം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്താണ്? മതം യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ ജീവിതത്തിൽ മതം എങ്ങനെ ഇടപെടുന്നു? ഇപ്പൊ രാഷ്ട്രീയക്കാർ അഴിമതി നടത്തും, എന്താ നിങ്ങളെ മുമ്പിൽ വെക്കാനുള്ള പരിഹാരം? മതം വേണ്ട, ശരി. മതത്തെ മാറ്റിവെച്ച് അഴിമതി നടത്തുന്ന രാഷ്ട്രീയക്കാരനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വ്യഭിചരിക്കുന്ന രാഷ്ട്രീയക്കാരനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ബോംബിടാൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയക്കാരനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട പാലം തകർന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മതം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും. അപ്പോ ജീവിതത്തെക്കുറിച്ച് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച സമഗ്രമായ ഒരു ദർശനത്തെ സംബന്ധിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് സംസാരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യരോട്, ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് മാത്രമല്ല, സകല മനുഷ്യരോടും നമുക്ക് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പടച്ചവനെ അനുസരിച്ചാൽ, അള്ളാഹുവിന്റെ മതമനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഭൗതികമായി നിങ്ങൾ എന്ത് പരീക്ഷിച്ചോ, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ എന്തും നിങ്ങൾ പരീക്ഷിച്ചോ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? രക്ഷപ്പെടാൻ കഴിയില്ല. ദൈവനിഷേധം നിങ്ങൾക്ക് സമാധാനം നൽകില്ല. ദൈവം വേണ്ട എന്ന വർത്തമാനം നിങ്ങൾക്ക് സമാധാനം നൽകില്ല. ലോകം തെളിയിച്ച വളരെ കാതലായൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് പരിമിതമായി നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യം, ബഹുമതങ്ങളുള്ള നമ്മുടെ രാജ്യം, വ്യത്യസ്ത ചിന്തകളുള്ള നമ്മുടെ രാജ്യം, ലോകത്ത് വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത ആശയങ്ങളും ഒക്കെയുള്ള നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ പരീക്ഷിച്ചു നോക്കി. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അതുപോലെ മുതലാളിത്ത സിദ്ധാന്തങ്ങളും ആധുനികമായ പലതും. ഹിന്ദുമതം ഇവിടെയുണ്ട്, ക്രിസ്തുമതം ഇവിടെയുണ്ട്, ജൈനമതം ഇവിടെയുണ്ട്, ബുദ്ധമതം ഇവിടെയുണ്ട്, അങ്ങനെ പലതും. ഈ എരമംഗലം പോലെയുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്ത മതവിഭാഗത്തിലും ജനവിഭാഗത്തിലും പെട്ട ആളുകളും ഇവിടെ ഉണ്ടാവും. ഈ ആളുകൾക്കിടയിലെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാതലായ വശം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും മതം എങ്ങനെ ഇടപെടും? ദൈവവിശ്വാസം അചഞ്ചലമായുള്ള ഒരാളുടെ പ്രത്യേകത എന്തായിരിക്കും? ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതവും, ദൈവവിശ്വാസം ഉണ്ട് എങ്കിലും ദൈവത്തെ ശരിക്കറിയാത്തവന്റെ വിശ്വാസവും, ദൈവത്തെ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്ത് എന്ന് നമ്മളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ദീർഘിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് ഒരു വിശ്വാസം എനിക്ക് ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി ക്യാപ്സ്യൂളായിട്ട് നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. സഹോദരങ്ങളെ, ഈ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായ ഹൈദരാബാദിൽ, മദ്രാസിലുണ്ട്, ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിൽ നടന്നിട്ടുള്ള ഗഹനമായ ഒരു പഠന റിപ്പോർട്ട് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മാനസികമായി രോഗം അനുഭവിക്കുന്ന
ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള രോഗികളെ മുഴുവനും, ആ ഹോസ്പിറ്റലിൽ വരുന്ന മുഴുവൻ രോഗികളെയും പരിശോധിച്ചതിൽ, മാനസിക രോഗം അനുഭവിക്കുന്നവർ പരിശോധിച്ചവരിൽ 87% ആളുകളും പടച്ച തമ്പുരാൻ, അതായത് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കാത്ത ആളുകളായിരുന്നു എന്നുള്ളതാണ് ഒരു പഠനം. മാനസികമായ സംഘർഷങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന മനസ്സിലായകായ്കകൾ അവരെ നയിക്കുന്നുണ്ട് എന്ന് അപ്പോളോ ഹോസ്പിറ്റലിലെ പഠനങ്ങൾ തെളിയിക്കും. അതിലേറ്റവും പ്രധാനമായി അവർ കണ്ടെത്തിയത് അചഞ്ചലമായി ദൈവവിശ്വാസമുള്ള ആളുകളാണ് മറ്റെല്ലാ ആളുകളെക്കാളും പ്രോഗ്രസീവായിട്ടുള്ള, ജീവിതത്തെ വളരെ നല്ല രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ആ രംഗത്താകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം ഇതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ലോകത്തെല്ലാവർക്കും അറിയാം. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് മരിക്കുന്നത് എങ്ങനെയെന്നറിയും. ധാരാളം മാനസിക പ്രതിസന്ധികളെ തൻ്റെ അറിവിലൂടെ ചികിത്സിച്ചിട്ടുള്ള ഒരാളാണ് ഫ്രോയിഡ്. കുടുംബ പ്രശ്നങ്ങളെ ഏറെ പരിഹരിച്ചിട്ടുള്ള, മനഃശാസ്ത്രപരമായി പരിഹരിച്ചിട്ടുള്ള പ്രഗത്ഭനായ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രോയിഡ്. ഹിഡ് ഹീഗോ സൂപ്പർ ഹീഗോ എന്ന് പറഞ്ഞ് മനസ്സിനെ അപഗ്രഹിക്കുകയും അത് മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആര്? ഫ്രോയിഡ്. ആ ഫ്രോയിഡ് രോഗം വന്ന് കിടന്നിട്ട് രോഗത്തെ സഹിക്കാനാവാതെ തന്നെ ചികിത്സിച്ച പ്രഗത്ഭനായ ഡോക്ടറോട് പറഞ്ഞത് മാരകമായ വിഷം കുത്തിവെച്ച് എന്നെ കൊന്നു തരണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ലോകത്ത് പലപ്പോഴും മതത്തെ സമഗ്രമായി പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മഹാഭൂരിപക്ഷം ആളുകളും മതവിരുദ്ധമായി ജീവിക്കുന്നവരുടെ ജീവിതവും, ദൈവം നിഷേധിച്ച മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് പലരും അളന്നിട്ടില്ല. ഫ്രോയിഡ് അങ്ങനെയാ മരിക്കുന്നത്. ഫ്രോയിഡിന്റെ പ്രഗത്ഭനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു, യുങ്. ഈ യുങ് പറയാണ് 30 കൊല്ലം അദ്ദേഹം പരീക്ഷിച്ച മുഴുവൻ രോഗികളിലും 30 കൊല്ലം, ആ 30 കൊല്ലം അദ്ദേഹം പരിശോധിച്ചിട്ട് 87% വരുന്ന രോഗികളും യഥാർത്ഥ ദൈവവിശ്വാസികളായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതെന്നാണ് യുങ് അവസാനമായി പറയുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവരൊക്കെ വളരെ പ്രഗത്ഭരായ ആളുകൾ, തമാശയായി കാണേണ്ടവരല്ല. ഇപ്പൊ കേരളത്തിന്റെ എഴുത്തുകാരനും ഭൗതികവാദിയും നിരീശ്വരവാദിയും നരകവും സ്വർഗവും പരലോകവും എന്നൊക്കെ പുസ്തകം എഴുതി, അതുപോലെ തന്നെ ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം എഴുതിയിട്ടുള്ള KEN കുഞ്ഞഹമ്മദ്. ഈ KEN കുഞ്ഞഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗം, ഇത് ഞാൻ എന്തിനാണെന്നറിയോ, ഈ സത്യവിശ്വാസി ഖൈബർ ബദർ ഹുദൈബിയ സന്ധിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായ മുഅ്ജിസത്തുണ്ടല്ലോ, പാത്രത്തിൽ വിരൽ വെച്ചിട്ട്, അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ അതിലൊരു ഉറപ്പ് നൽകാനാണ്. ഞാൻ KEN കുഞ്ഞഹമ്മദിനെ ഉദ്ധരിക്കുന്ന ഇവിടെ യുക്തിവാദികളുള്ളത് കൊണ്ടല്ല, നിരീശ്വരവാദികളുള്ളത് കൊണ്ടല്ല, ഇസ്ലാം എന്താണെന്ന് നമുക്ക് തന്നെ സ്വയം ഒന്ന് ബോധ്യപ്പെടാനാ പറയുന്നത്. KEN കുഞ്ഞഹമ്മദ് എഴുതുകയാണ്. KT സൂപ്പി മാഷുണ്ട്, വടകരക്കാരൻ, സാഹിത്യകാരനാണ്, പ്രാസംഗികനാണ്, ഉജ്ജ്വലനാണ്. ഈ KT സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ വീണിട്ട് മരിച്ചിട്ട് KT സൂപ്പി മാഷെ KEN കുഞ്ഞഹമ്മദ് കാണാൻ വരുന്ന രംഗത്തെപ്പറ്റി പറയുന്നത്, അദ്ദേഹം പറയാൻ, KT സൂപ്പിനെ കണ്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കുക? പടച്ചോന്റെ വിധി എന്ന് പറയാൻ ഞാൻ പടച്ചോനെ വിശ്വസിച്ച ആളല്ല. പരലോകത്ത് പുണ്യം കിട്ടുമെന്ന് പറയാൻ ഞാനത് വിശ്വസിച്ച ആളല്ല. ഞാൻ ഏറ്റവും മാനസിക സംഘർഷം അനുഭവിച്ചു എന്നാണ് KEN കുഞ്ഞഹമ്മദ് തുറന്നെഴുതുന്നത്. ഞാൻ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും? നിങ്ങൾ എല്ലാവരും ആലോചിക്കണം, ഒരു നിരീശ്വരവാദിയുടെ ദയനീയത എന്താണെന്നറിയോ? നിരീശ്വരവാദിയെ അനുഭവിക്കുന്ന പോലെ സംഘർഷം ലോകത്ത് അചഞ്ചലമായ ദൈവവിശ്വാസികൾ അനുഭവിക്കുന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രം മനുഷ്യൻ അതാ പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ള വിശ്വാസികളോട് ഹൃദയഹാരിയായി ഞാൻ പറയുന്നത്, നിങ്ങൾ ഓർക്കണം, ഇത് നിങ്ങൾക്കറിയില്ലേ, VI ലെനിൻ, ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ ഭൗതികവാദിയാണ് VI ലെനിൻ. ആ VI ലെനിൻ വാതരോഗം പിടിപെട്ട് കിടന്ന രംഗം ചരിത്രത്തിൽ നിങ്ങൾ വായിക്കണം. കഥയല്ലിത്, ഊഹാപോഹങ്ങളല്ല.
മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ VI ലെനിൻ, അല്ലേ? ഈ VI ലെനിൻ വാതരോഗം വന്നപ്പോ ജോസഫ് സ്റ്റാലിന് കത്തെഴുതി. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിലാണ് ഈ സംഭവമൊക്കെ രേഖപ്പെടുത്തിയത്. ഈ കത്തുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അലക്സാണ്ടർ ബക്കിന്റെ. വെറുതെ അല്ലതൊന്നും, ഇതൊക്കെ എവിടെന്നെങ്കിലും ഊഹിച്ച് പറയുന്ന ഒരു കാര്യമല്ല. ആർക്കും കിട്ടാവുന്ന ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. ജോസഫ് സ്റ്റാലിന് കത്തെഴുതി, സ്റ്റാലിൻ, എനിക്ക് വാതരോഗം വന്നു, എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ ഒരു ഭാഗം തളർന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കില്ല. എന്തിന് ജീവിക്കണം? മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് നീ എന്റെ അടുത്ത് സൈനൈഡ് കൊണ്ടുവെക്ക്. നോക്കണം നിങ്ങള്, അമേരിക്കൻ ഗറില്ല പോരാളിയായ ചെഗുവേര, യുവാക്കളുടെ ആവേശമാണല്ലോ. കാർൽ മാർക്സിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ പിക്ചറാണ് കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഈ ചെഗുവേര പറയാണ്, ആർത്തിരമ്പുന്ന തിരമാലകളോട് മല്ലിട്ട് ആഴക്കടലിൽ ചെന്ന് കൊമ്പൻ സ്രാവിനെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു അന്തസ്സായ ഹൃദയമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയം എന്നാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർക്ക് അത് ഉണ്ടായിരുന്നില്ല. നാവിന്റെ മൂർച്ചക്ക് അത് ഉണ്ട് എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് എന്ന പൈസ ലോകത്ത് ഏറ്റവും പരാജയപ്പെട്ട ഒരു ദർശനമാണ്. ഇത്ര കെൽപ്പില്ലാത്തൊരു ദർശനം ഭൂമുഖത്ത് വേറെ എല്ലാന്നും കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. ആളുകൾ കൊട്ടിഘോഷിച്ച് ഒന്നും അതിനില്ല എന്നുള്ളതാണ് സത്യം. ഞാനതിന്റെ നായകന്മാരെ പറ്റി മാത്രം ഒന്ന് പഠിക്കാൻ ഒരു 5-6 മാസമായിട്ട് ശ്രമിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു നേതൃത്വത്താൽ പടുത്തുയർത്തൊരാശയത്തിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമോ സഹതാപോ ഒക്കെ തോന്നി. അല്ലേ? ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾ പരിശോധിച്ചോ. ജോസഫ് സ്റ്റാലിൻ ഇത് എന്റെ മുമ്പിൽ സൈനൈഡ് കൊണ്ടുവെക്ക്. ഇതാണോ ഒരു വിപ്ലവ പ്രസ്ഥാനം? ഇതാണോ മനുഷ്യന് കരുത്ത് നൽകല്? കാർൽ മാർക്സിന്റെ അവസ്ഥ അറിയുങ്ങൾ? അദ്ദേഹത്തിന് 8 വയസ്സുള്ള മുഷ് എന്ന ഓമന പേരിൽ ഒരു പയ്യനുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മരിച്ചു പോവുകയുണ്ടായത്. വളരെ സങ്കടത്തിലായിരുന്നു കാർൽ മാർക്സ്. കോടതി വരാന്തകളും ജയിലറുകളും കയറി ഇറങ്ങി. ദുഃഖം മറക്കാൻ അദ്ദേഹം കുടിച്ചു തള്ളിയ മദ്യത്തിന് കണക്കില്ല എന്ന് അദ്ദേഹമാണ് പറയുന്നത്. അതെ, ബോൺ യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ പഠിച്ചപ്പോ അദ്ദേഹം പറയണ, ആ സർവകലാശാല ഒരു നല്ല സർവകലാശാലയും ഒരു നല്ല മദ്യശാലയും ആയിരുന്നു എന്നാ. കുടിച്ച് പൂക്കുറ്റിയായപ്പോ ഇച്ചിരി ഓവറായിപ്പോയി. ഒരു ദിവസം എന്നല്ലടച്ചു. എന്റെ കൂട്ടുകാർ മുഴുവനും മുഴുകുടിയന്മാരായിരുന്നു. ഒരു ചാരായ ഷാപ്പിൽ കയറി കുടിച്ചു കൂത്താടി ചമ്മാടിച്ചം കാണിച്ചപ്പോ പോലീസ് ഓടിച്ചു. ഓടിയെടുത്ത് പുല്ല് മുളച്ചില്ല എന്ന് കാർൽ മാർക്സ് എന്നെ എഴുതുന്നത്. ലോകത്തെ നയിക്കാൻ പോകുന്ന ആചാര്യന്മാരുടെ വ്യക്തി ജീവിതവും അവരുടെ അവസ്ഥാവിശേഷങ്ങളും മുസ്ലിങ്ങളെ നിങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പൂവിട്ട് പൂജിക്കുന്ന ആചാര്യന്മാരാരായിരുന്നു? സ്വന്തം മകന് രോഗമായപ്പോ എങ്കൽസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ, ഒരു സമാധാനവുമില്ല, എന്റെ മോൻ, എന്റെ പൊന്നോമന മോൻ, ബുദ്ധിയുള്ള ഈ കുട്ടി മരിച്ചപ്പോ അതേ എങ്കൽസിന് വീണ്ടും കത്തെഴുതി, ഞാൻ എന്തു പറഞ്ഞ് സമാധാനിക്കുമെടോ, എനിക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഒരു നിരീശ്വരവാദിയുടെ മനസ്സ്. ഇതാണ് ഒരു നിരീശ്വരവാദിയുടെ മനസ്സ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ബർട്രൻഡ് റസൽ ലോകം കണ്ട വലിയ ചിന്തകനും സാഹിത്യകാരനും ഒക്കെയാണ്. ബർട്രൻഡ് റസലിന്റെ ശിഷ്യൻ കല്യാണം കഴിച്ചു വിവിയൻ ഐവുഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ പെൺകുട്ടിയെ, അതായത് സ്വന്തം ശിഷ്യന്റെ ഭാര്യയെ പരിചയപ്പെടാൻ വരികയാണ് ബർട്രൻഡ് റസൽ എന്ന വിഖ്യാതനായ ഗുരു. ആദ്യത്തെ പരിചയപ്പെടലോടുകൂടി ശിഷ്യന്റെ പെണ്ണ് അയാളുടേതായി തീർന്നു. ക്ഷമിക്കണം, 3 കൊല്ലം. 3 കൊല്ലം ഗുരു സ്വന്തം ശിഷ്യന്റെ ഭാര്യയുമായി കിടപ്പറ പങ്കുവെക്കുക. അവസാനം വേശ്യാതെരുവിലേക്ക് ആ കുട്ടിയെ തള്ളുക. വിവിഎം ഐവുഡ് എന്ന സുന്ദരിയെ, ഉന്നത കുലജാതയെ, ശിഷ്യന്റെ ഭാര്യയെ. എന്നിട്ട് ശിഷ്യൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി എന്തറിയോ? എന്റെ സാഹിത്യരംഗത്തെ വളർച്ചക്ക് എന്റെ ഗുരുവിന്റെ ആവശ്യം എനിക്കുണ്ട്. എന്റെ ഭാര്യയെ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് നേടാൻ ആഗ്രഹിച്ചു. ഇവരെയൊക്കെയല്ലേ ലോകം വായിക്കുന്നതും അംഗീകരിക്കുന്നതും. വിക്ടർ ഹ്യൂഗോയുടെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് മാതൃഭൂമിയിലൊക്കെ പരസ്യം കാണാം. ആരാ ഈ വിക്ടർ ഹ്യൂഗോ? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? പാവങ്ങൾ എന്ന ലേഖനം എഴുതി ലോകത്ത് അവാർഡുകൾ നേടിയ മനുഷ്യപ്പെട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പേപ്പിക്കാത്ത പെണ്ണുങ്ങളിലായിരുന്നു ആ നാട്ടിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഈ പഠിക്കുന്ന നമ്മൾ നായകന്മാരാക്കുന്ന നായകന്മാരുടെ സ്ഥിതി എന്താ? മുഹമ്മദ് നബിയുടെ 1000 കാതം അകലെ നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനെയും ഒരു മതവിശ്വാസിക്ക് അവതരിപ്പിക്കാൻ സാധ്യമല്ല. അവിടെ നിന്നുകൊണ്ടാണ് വളരെ ഗൗരവമായും വളരെ മനസ്സിന്റെ സമാധാനത്തോടെ കൂടി ഇത് പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? ഞാനിപ്പോ കുറെ നേതാക്കന്മാരുടെ ജീവിതത്തെ പറ്റി പറയണ്ടായി, ജീവിത പോരാട്ടങ്ങളെ പറ്റി പറയണ്ടായി. ഈ KN കുഞ്ഞഹമ്മദ് പറയാണ്, അദ്ദേഹത്തിന്റെ മകന് ആക്സിഡന്റ് ഉണ്ടായി.
അദ്ദേഹത്തിന്റെ മകന് ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ നിരീശ്വരവാദികൾ വരുമല്ലോ, ചങ്ങായിമാരൊക്കെ, അവരെ വരവ് എനിക്കൊരാശ്വാസവും നൽകിയില്ല. ദൈവവിശ്വാസികൾ വന്നിട്ട് എന്നോട് പറയും, പടച്ചോന്റെ വിധിയാണ്, മോൻ രക്ഷപ്പെട്ട അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ്. ഈ വിദ്വാൻ പറയട്ടോ, ഈ KN കുഞ്ഞഹമ്മദ്, ആ വാക്കാണ് എനിക്ക് ഏറ്റവും ആശ്വാസം നൽകിയത്. എന്നിട്ടും പടച്ചോനില്ല എന്ന് പറഞ്ഞ കിതാബ് എഴുതി പൈസ തിന്നുന്നവന് വല്ല അന്തസ്സുണ്ടോ കൂട്ടരെ? പടച്ചോനുള്ള വിശ്വാസം പറയുമ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടായത് എന്ന് പരസ്യമായിട്ട് എഴുതുകയും എന്നിട്ട് ദൈവത്തിനെതിരെ പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് തിന്നുകയും ചെയ്യാം. എന്തൊരു ലോകമാണിത്! ഇതൊരു അത്ഭുതമല്ലേ? ഇതൊരു ആശ്ചര്യമല്ലേ? അതുകൊണ്ട് നമുക്ക് നിരീശ്വരവാദികളോടും പടച്ചോനില്ല എന്ന് പറയുന്നവരോടും മതനിഷേധികളോടൊക്കെ പറയാനുള്ള കാതലായ കാര്യം എന്താ അറിയോ? നിങ്ങൾ ദയവ് ചെയ്ത് മതത്തെപ്പറ്റി ഒന്ന് പഠിക്കണം. മതം എന്താ നിങ്ങളൊന്ന് പഠിക്കണം. ഇന്നലെ ഹമീദ് ചേന്നമംഗലൂരിന്റെ മകൻ ഷിനാസ് അവർ സംഘടിപ്പിച്ചൊരു ആശയവാദ പ്രതിവാദം, അതിലൊരു മതത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അവരവതരിപ്പിച്ച വിഷയത്തോട് ശരിക്കും എതിർത്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതിനൊരു മറുവാക്ക് ഒരൊറ്റ കുട്ടിക്ക് അവിടെ പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് നമ്മളുടെ വലുപ്പം കൊണ്ടല്ല, അത് ഈ ഇസ്ലാമിനെ ശരിക്കും അവതരിപ്പിക്കുന്നിടത്ത് എന്ത് വാക്കുള്ളത്? ആർക്കാണ് അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക? അവിടെ അവതരിപ്പിച്ചപ്പോൾ ഷിനാസ് പറഞ്ഞിരുന്നു, മതം, അതായത് ഇസ്ലാം എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാകൃത സൊസൈറ്റിയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടൊരു മതമാണ്. ആധുനിക ലോകം ഒരുപാട് പുരോഗമിച്ചു, അതുകൊണ്ട് ഇക്കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഇടപെടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം ഉദാഹരണം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാം ഇക്കാലഘട്ടത്തിന് ഫിറ്റല്ല എന്നിങ്ങനെ പറയും. ഒരു ഉദാഹരണം നിങ്ങൾ ഇന്ന് വരെ നിരത്തിയത് ഒരു പുസ്തകത്തിലും കണ്ടില്ല, ഒരു പ്രസംഗത്തിലും കണ്ടില്ല. ഖുർആൻ പറഞ്ഞ ഇന്ന കാര്യം ഈ കാലഘട്ടത്തിൽ ഫിറ്റല്ല, ഹദീസ് പറഞ്ഞ ഇന്ന കാര്യം ഈ കാലഘട്ടത്തിൽ ഫിറ്റല്ല എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാ. പന്നി മാംസം കഴിക്കരുത്, ഹറാമാണ് എന്ന് ഇസ്ലാം മനുഷ്യർ പഠിപ്പിച്ചു. ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ പന്നി മാംസം ആരോഗ്യദായകമാണെന്നും മനുഷ്യ ശരീരത്തിന് ഉപകാരമുള്ളതാണെന്നും ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ നിന്ന് 1400 വർഷങ്ങൾക്കപ്പുറത്ത് നടന്നിട്ടുള്ളൊരു സംസാരം 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും അതുപോലെ തുടരുന്നു എന്ന് പറഞ്ഞാൽ അതൊരാശ്ചര്യകരമായ കാര്യമാണ്, അതൊരത്ഭുതകരമായ കാര്യമാണ്. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചൊരു മൂല്യം, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അത് ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്. ഇന്നും ഇസ്ലാം ഒരു കാര്യം നന്മയാണ് എന്ന് പറഞ്ഞിട്ട് അത് തിന്മയാകുന്നു എന്ന് ഇന്ന് വരെ ആരും തെളിയിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. ഇസ്ലാം ഒരു കാര്യം തിന്മയാണ് എന്ന് ലോകത്തോട് പറഞ്ഞാൽ അത് തിന്മയായി തന്നെ തുടരുന്നു. കാരണം എന്തെന്നറിയോ? നന്മ തിന്മകളെ കുറിച്ച് അറിയാവുന്ന സൃഷ്ടാവാണ് ഇന്നത് നന്മ ഇന്നത് തിന്മ എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടാവ് ഖുർആനിലൂടെ നിങ്ങൾക്ക് ഇന്നത് പാടില്ല ഇന്നത് പാടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ സമാധാനായി, അതറിഞ്ഞാൽ സമാധാനായി. എറണാകുളത്ത് വെച്ചൊരു സാൽവേഷൻ നടന്നു. ആ സാൽവേഷൻ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഭവൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ, പഠിക്കാൻ ഇതായിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായൊരു വിവരം ഇതിൽ നിന്ന് കിട്ടും. ഭവൻസ് സ്കൂളിലെ ഒരു ടീച്ചർ, ഒരു ഹിന്ദു ടീച്ചർ 6 ദിവസം സാൽവേഷനിൽ വന്നില്ല. പലരും ക്ഷണിച്ചപ്പോൾ വെച്ച് ഇസ്ലാമല്ലേ, അതിനിപ്പോ എന്താ പറയാനുള്ളത്, ഈ ഭീകരവാദികൾക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ. 7ാമത്തെ ദിവസം അവരുടെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹിന്ദു അധ്യാപകൻ പറഞ്ഞു, ടീച്ചറെ, സാൽവേഷൻ കണ്ടിട്ടില്ലെങ്കിൽ അറിവിന്റെ പാതിയുടെ ലോകം നമുക്ക് നഷ്ടമായി പോകും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും അത് എന്ന് പറഞ്ഞപ്പോൾ ഈ ടീച്ചർക്ക് കൗതുകമായിട്ട് ടീച്ചർ വന്നു. അന്ന് കൗൺസിലിംഗ് സെന്ററിൽ ഒരു സെന്ററിൽ എനിക്ക് ഭാഗ്യവശാൽ ഇരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ആ ടീച്ചർ ആ സെന്ററിലേക്ക്, കൗൺസിലിംഗ് സെന്ററിലേക്ക് വരികയാണ്. ആ റൂമിലേക്ക് കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകുന്ന ഒരവസ്ഥയിലാണ് അവരവിടേക്ക് തിരിച്ചു വരുന്നത്. അപ്പം ഭവൻസ് സ്കൂളിലെ ടീച്ചറാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിലിരുന്നു. ഞങ്ങൾ പേരൊക്കെ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു, ടീച്ചർ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താണ് ടീച്ചറെ ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയോ? അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ടീച്ചർ പറഞ്ഞു, അതൊന്നും കൊണ്ടും. ഞാൻ ഇവിടുത്തെ ചാർട്ടുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു പ്രത്യേക മേഖല എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എന്റെ ജീവിതത്തെ വിലയിരുത്താനും എന്നെ തിരിച്ചറിയാനും അഹംബോധത്തിൽ ജീവിക്കുകയായിരുന്നു ഞാൻ. കാരണം എറണാകുളത്ത് അറിയപ്പെട്ടൊരു സ്കൂളിലെ ടീച്ചർ.
ആ സ്കൂളിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ടീച്ചർ, ടീച്ചേഴ്സിൽ ഏറ്റവും ശ്രദ്ധേയായ ഒരു ടീച്ചർ. എന്റെ ഭർത്താവ് പോലും എനിക്ക് എന്റെ താഴെയായിരുന്നു. അഹങ്കാരത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ മക്കളെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഭവൻസ് സ്കൂൾ 7 മണിക്ക് ശേഷം തുടങ്ങും. ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നല്ല സ്റ്റൈലിൽ ഫുൾ ടിപ്പിൽ എന്റെ ഭർത്താവിന് നല്ലൊരു ഭക്ഷണം കൊടുത്ത ഓർമ്മ എനിക്കില്ല. എന്റെ ഭർത്താവിന് നല്ലൊരു ചായ കൊടുത്ത ഓർമ്മ എനിക്കില്ല. എന്റെ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്തൊരു ധാരണ എനിക്കില്ല. എല്ലാം വീട്ടു ജോലിക്കാരാണ് ചെയ്യുന്നത്. ഞാൻ അഹങ്കാരത്തിലായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഈ ചാർട്ടുകളിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും നല്ലൊരു ഭാര്യയുടെ കടമയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പുച്ഛം തോന്നുകയായിരുന്നു. എന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. എനിക്കൊരു നല്ല ഭാര്യയാകാൻ സാധിച്ചില്ല. എനിക്കൊരു നല്ല അമ്മയാകാൻ സാധിച്ചില്ല. എനിക്കൊരു നല്ല മരുമകളാകാൻ സാധിച്ചില്ല. ഒരു പെണ്ണ് നല്ലൊരു ടീച്ചറാകാനല്ല ദൈവം സൃഷ്ടിച്ചത്. ഒരു പെണ്ണിനെ ഒരു നല്ല അമ്മയാകാനാണ്. മദർ തെരേസക്ക് അതിന് സാധിച്ചില്ല. ഒരു നല്ല മരുമകളാകാനാണ്. മദർ തെരേസക്ക് അതിന് സാധിച്ചില്ല. ഒരു നല്ല ഭാര്യയാകാനാണ്. മദർ തെരേസക്ക് അതിന് സാധിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലോട്ടോ ജീവിതം. നമ്മൾ കണ്ട അംഗീകാരങ്ങളൊന്നും അല്ല മനുഷ്യന്റെ അംഗീകാരം. ഒരു നല്ല ഭാര്യയാകാൻ ദൈവം നൽകിയ ഗർഭപാത്രത്തോട് പോലും നെഗറ്റീവായി പ്രതികരിക്കുകയാണ് ഈ കന്യകകൾ, മണവാട്ടികൾ, ദൈവത്തിന്റെ മണവാട്ടികളാകുന്നവർ. ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയില്ല ആളുകൾ. ബ്രഹ്മചര്യമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് ആളുകൾ പറഞ്ഞു. അത് പറഞ്ഞാലായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ബ്രഹ്മചര്യമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് വിവേകാനന്ദന് പ്രസംഗിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അത് ആചരിക്കാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ബ്രഹ്മചര്യം ആചരിച്ചിരുന്നേ വിവേകാനന്ദൻ ഉണ്ടാവോ? അപ്രായോഗികമാണ് മറ്റെല്ലാ ദർശനങ്ങളും. ഇസ്ലാം പ്രായോഗികമാണ്. എല്ലാവരും ദൈവത്തിന്റെ മണവാട്ടികളാകാൻ നിന്നാലോ പെണ്ണുങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ പോലെ മനുഷ്യകൊല്ലം 100 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് നിന്ന് നിഷ്കാസിതമാകും. അപ്രായോഗികമാണത്. മാത്രമല്ല, ദൈവം ഗർഭപാത്രം കൊടുത്തിട്ട് മെൻസസ് പീരീഡ് ഉണ്ടാകാത്തന്നെ അതിന്റെ അടയാളം എന്താ? ഞാൻ ഗർഭം ധരിക്കാൻ സന്നദ്ധയാകുന്നു എന്നുള്ള മെസ്സേജാണ് അല്ലേ? ഞാന് ഗർഭം ധരിക്കാൻ സന്നദ്ധയാകുന്നു എന്ന മെസ്സേജാണത്. ആ മെസ്സേജിനെതിരെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇസ്ലാം മനുഷ്യനോട് പറയണേന് എന്താ? വ്യത്യസ്തത നിലനിർത്തുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇസ്ലാം രൂപപ്പെടുത്തി. ഒരേ സമയത്ത് നല്ലൊരു മകൻ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു ജ്യേഷ്ഠൻ, നല്ലൊരു അനിയൻ, നല്ലൊരു മരുമകൻ, നല്ലൊരു പിതാവ്, നല്ലൊരു കച്ചവടക്കാരൻ, നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ, നല്ലൊരു രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ. നേരെ മറിച്ച് ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല, റോട്ടിലിറങ്ങിയ ആർക്കും കിട്ടും പത്രത്തിൽ പ്രസിദ്ധി. ആർക്കും മദർ തെരേസയാകാ. പാവപ്പെട്ടുള്ള സഹായിക്കാൻ തയ്യാറായ സ്വാഭാവികമായിട്ട് 2-3 ദിവസം പ്രവർത്തിച്ച പത്രത്തിൽ ഫോട്ടോ വരും. അങ്ങനെ കുറെ ചാനലൊക്കെ ഫേമസ് ആയാൽ ഇത് ഇന്ന സ്ത്രീയാണ്, ഇന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ ഏത് സമ്പന്നനും അലിവുള്ളോ കുറച്ച് പൈസ തരും. അപ്പൊ സ്ഥാപനം ഉണ്ടാക്കുക, അനാഥകൾ എടുക്കുക, ഫേമസ് ആ. നല്ലൊരു ഭാര്യയാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇസ്ലാം ഒരു അത്ഭുതം തന്നെയാണ്. ഇസ്ലാം പറയുന്നത് ഒരേ സമയത്ത് നല്ലൊരു ഭാര്യയാവ്, നല്ലൊരു മരുമകളാവ്, നല്ലൊരു അമ്മയാവ്, ജീവിതത്തിന്റെ വ്യത്യസ്തതകളെ ഏറ്റെടുക്ക്. അതാണ് ഇസ്ലാം. മനുഷ്യന് ഇസ്ലാം നൽകുന്ന കരുത്ത ഭാരമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ ജനതയേതാ? മുസ്ലിങ്ങളല്ലേ? മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആത്മഹത്യകളുടെ വേരുകൾ തേടി എന്ന ശ്രീകുമാറിന്റെ ലേഖനം പ്രസിദ്ധമാണത്. അതിൽ പറയുന്ന ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ ജനത മുസ്ലിങ്ങളാണ്. അതിനവർക്ക് വെള്ളിയാഴ്ച കിട്ടുന്ന ഉത്ബോധനമാണ് അവരെ പര്യാപ്തമാക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഹിന്ദു മതത്തിലാണ്. കാരണം ആ മതത്തിന്റെ തത്വങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതല്ല. ആ മതത്തിന്റെ ആചാരങ്ങൾ പോലും മനുഷ്യനെ സ്വാധീനിക്കുന്നതേ അല്ല. ബൗദ്ധൈവത്വത്തിൽ അധിഷ്ഠിതമായ ഏതും അങ്ങനെയാ. ഇപ്പൊ പട്ടാമ്പി നേർച്ച മനുഷ്യന്റെ ജീവിതത്തിന് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ? കൊണ്ടോട്ടി നേർച്ച മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ? ഭീമാപള്ളി ഉറൂസ്, ഇത് നിങ്ങൾ വളരെ മൗലികമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്. വിഴിഞ്ഞത്തെ ഉറൂസ് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? അതായത് 5 ദിവസം ഉറൂസ് നടന്ന ഒരാൾ കള്ളുടിക്കാണ്ടിരിക്കുന്നുണ്ടോ? വ്യഭിചരിക്കാതിരിക്കുന്നുണ്ടോ? പലിശ കൊടുക്കുക, ഒരു തിന്മയും മാറുന്നില്ലെന്ന് മാത്രമല്ല, ഉറൂസിന്റെ ദിവസമാണ് 250 ഹറാമും മുസ്ലിങ്ങൾ ഒന്നിച്ച് ചെയ്യല്. കാരണം ഉറൂസ് 1 ശിർക്കിന്റെ ഭാഗമാണ്, 2 ബിദ്അത്തിന്റെ ഭാഗമാണ്, 3 വ്യഭിചാരത്തിന്റെ സദസ്സാണ്, 4 സുവർഗരതിയുടെ സദസ്സാണ്, 5 സംഗീതത്തിന്റെ സദസ്സാണ്, അല്ലെ 6 സെക്സ് കേസറ്റ് വെക്കുന്ന സദസ്സാണ്. നിയമൃത പറയല്ല. ഭീമാപള്ളിയിൽ നിങ്ങൾ ചെല്ല്, നിങ്ങൾക്ക് ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത്, സെക്സ് കേസറ്റ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെക്സ് കേസറ്റ് വെക്കുന്ന സ്ഥലം ഭീമാപള്ളി എന്നാണ്. ഭീമാപള്ളിയുടെ ചുമരിലാണ് ഈ ബിൽഡിങ്. ഭീമാപള്ളിന്റെ ചുമരിൽ, പള്ളിയുടെ ചുമരിനോട് ചേർന്ന ഭിത്തിയിൽ ആലോചിക്കണങ്ങൾ സെക്സ് കേസറ്റും. മനസ്സിലായോ? 1-2 ഒന്നല്ല, 2 ലക്ഷത്തിലധികം ഓരോ കടകളിൽ. അറിയാം നിങ്ങൾക്ക്? അവിടെ എല്ലാം മയക്കുമരുന്ന്, വ്യഭിചാരം, അതിനൊക്കെ പ്രത്യേക ഏരിയകൾ, ക്ഷണിക്കാൻ ആളുകൾ.
ആ മേഖലയിലൊന്നും ആരും കടന്നു ചെല്ലില്ല. കാരണം കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എവിടെ ബഹുദൈവത്വമുണ്ടോ അവിടെ തിന്മയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ക്ഷേത്രോത്സവത്തെ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കൂടുതൽ കുടിക്കുക എന്നല്ലാതെ കള്ളുകുടിന്ന് ഒഴിവാകുന്നുണ്ടോ? ചെണ്ടമുട്ട്, ഒരാൾ പറയാ ക്ഷേത്രത്തിൽ അരമണിക്കൂർ ചെണ്ടമുട്ട് കേട്ട് ഞാൻ എന്റെ ഭാര്യയെ മർദ്ദിക്കുന്നത് എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇല്ല, നേരെ മറിച്ച് ഈ പ്രസംഗം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഈ പ്രസംഗം മാത്രമല്ല, ഏതൊരു പ്രസംഗവും മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കും. ഒരു പ്രസംഗം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരു സംഗീതം മനുഷ്യനെ ലഹരിക്കടിമയാക്കും. ഒരു സംഗീതം മനുഷ്യനെ പ്രേമത്തിനടിമയാക്കും. ഒരു സംഗീതം മനുഷ്യനെ കൊലപാതകത്തിനടിമയാക്കും. ഒരു സംഗീതം മനുഷ്യനെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കും. ഒരു പ്രസംഗം മനുഷ്യനെ നന്നാക്കും, പോസിറ്റീവ് ആണെങ്കിൽ. നിങ്ങൾ വളരെ ഗൗരവമായി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയും? ഇസ്ലാമിന്റെ 2 പെരുന്നാൾ ആഘോഷം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാനവിക മൂല്യങ്ങളുടെ പ്രകടരൂപമാണത്. ഒരു പൊതുമൈതാനി, മനുഷ്യർ വന്നവിടെ നിസ്കരിക്കുന്നു. തോരണങ്ങളില്ല, വെടിക്കെട്ടുകളില്ല, ഇല്ല വെടിക്കോപ്പുകളിലെ ചെണ്ടമുട്ടലുകളില്ല. ഒരു ഖത്തീബിന്റെ ഹൃദയഹാരിയായ പ്രസംഗം. ഇന്ന് കള്ളുകുടിക്കരുത്, ഇന്നത്തെ ആഘോഷം അനിസ്ലാമികമാകരുത്, ടൂർ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇസ്ലാമിന്റെ മര്യാദ പാലിക്കണം, കുടുംബബന്ധം ചേർക്കണം. ഇങ്ങനെയുള്ള ഉപദേശം അവിടെ നടക്കുന്നത്. നേരെ മറിച്ച് പട്ടാമ്പിയിൽ എന്താ നടക്കുന്നത്? കൊണ്ടോട്ടിയിൽ എന്താ നടക്കുന്നത്? ഭീമാപള്ളിയിൽ എന്താ നടക്കുന്നത്? ആടിപ്പാടിയ സംഗീതവും അരങ്ങും. ഏതെങ്കിലും ഒരു ഉറൂസിൽ പങ്കെടുത്തൊരുത്തൻ നന്നായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കുക. ഇതൊരു വെല്ലുവിളിയാണ്. കേരളത്തിൽ നടക്കുന്ന ക്ഷേത്ര ഉത്സവം കൊണ്ട് ഒരാൾ നന്നായി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കും. ചെണ്ടമുട്ടും സംഗീതവും വാദ്യോപകരണവും ഗാനമേളയും ആയി നിങ്ങൾ ഏത് മതത്തിന്റെ ഉത്സവമുണ്ടോ ഒരു മനുഷ്യനെയും ജീവിതത്തിൽ സ്വാധീനിക്കാനൊന്നും സാധിക്കില്ല. അത് പടച്ചോൻ പറഞ്ഞതാ. അതൊരു മുട്ടും വിളിയാ, വെറും ഒരു ഒച്ചപ്പാട്, വേറൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല. പടച്ചോൻ പറഞ്ഞതാ. അത് ജനങ്ങളോട് മുഴുവനും പറയാ. ഇവിടുത്തെ ഹൈന്ദവരെ നിങ്ങൾ മാറി ചിന്തിക്കണം, ഇവിടുത്തെ ക്രൈസ്തവരെ നിങ്ങൾ മാറി ചിന്തിക്കണം, ഇവിടുത്തെ മുഴുവൻ മനുഷ്യരെ നിങ്ങൾ മാറി ചിന്തിക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, യുവാക്കളെ ഏറ്റവും കുടിക്കുന്നപ്പെടാ ഇപ്പതാ പിന്നെ ക്രിസ്മസ് ആഘോഷമല്ലോ, ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ കള്ളു കുടിച്ചത്. കോടിക്കണക്കിന് ചാലിട്ട് കുടിക്കുന്ന സ്ഥലം ചാലക്കുടി. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ കള്ള് ഹിന്ദുക്കൾ കുടിക്കുന്നത്. ക്രിസ്മസിനാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്നത്. പെരുന്നാൾ ദിനങ്ങളിലാണ് മുസ്ലിങ്ങൾ കുടിക്കുന്നത്. താരതമ്യേന മറ്റെല്ലാ സമൂഹത്തെക്കാളും ആഘോഷത്തിൽ മദ്യപാനം വിളമ്പൽ കുറവ് മുസ്ലിങ്ങൾക്കാണ്. ഇല്ലാന്നല്ല, വമ്പിച്ച വർദ്ധിതമായ തോതിലാണ്. ഈ പൊന്നാനി